ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇന്ന് ഇങ്ങനെ ഒരു ഏരിയ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ 2 ആൾക്കാരുണ്ട് കേട്ടോ. വാ, ഇത് അഭിനയ. ഇവർ രണ്ടുപേരെ ഏകദേശം എല്ലാവരും എൻ്റെ മുൻപത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇത് അമ്മു, ഇത് പ്രീതി. പിന്നെ എൻ്റെ പേര് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു, രഹന എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പാലക്കാടാണ്. പാലക്കാട് ആലത്തൂരായിട്ട് വരും. അപ്പോൾ എന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാനായിട്ടാണ് ഞങ്ങളെല്ലാവരും നടക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊരു കമൻറ്റിൽ, ഇതിൻ്റെ താഴെ കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം സത്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തന്നാൽ എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഏരിയ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാടാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തിന് കാവശ്ശേരി മൂപ്പറമ്പ് എന്നാട്ടോ പറയുക. ഇവിടെ ഭയങ്കര ഭംഗിയാണ്. പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ, പാലക്കാട് ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആ ഒരു ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഞങ്ങൾ വന്ന വഴിയാണ് ഇത്. ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് ഇതാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ചുറ്റുവട്ടം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതാ ഇവർ ഈ പെറുക്കുന്നത് മഞ്ചാടിയാണ് കേട്ടോ. കാണിച്ചു തരാം. മഞ്ചാടി കിട്ടിയോ? എവിടെ എവിടെ കാണിക്കും? അതിനെ കാണിക്കും. ഇതാണ് മഞ്ചാടി കേട്ടോ. ഇത് ഞാൻ ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അറിയില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മഞ്ചാടിയുടെ മരം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ മഞ്ചാടി. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും ഇത് ഇങ്ങനെ പെറുക്കാനായിട്ട് ഇവിടെ വരും. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ വരാറില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഞാനങ്ങനെ എപ്പോഴും ഈ ഭാഗത്ത് എപ്പോഴും ഈ വഴി പാസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങോട്ടങ്ങനെ ഇറങ്ങി വരാറില്ല. ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നടക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ മുൻപ് പാടമായിരുന്നു കേട്ടോ. അത് ഈ നാട്ടിലുള്ളവർക്ക് അറിയും. അതിപ്പോൾ മണ്ണിട്ട് നികത്തി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വീട് വരും. അല്ല അഭിനയ, ഞങ്ങൾക്ക് കുറച്ച് മഞ്ചാടി കിട്ടി. അവളതാ അവിടെ പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. ഈ ഒരു ഈവനിങ് ടൈമിൽ വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. ഗൈസ്, ഞാൻ സത്യത്തിൽ ഈ ഭാഗത്തോട്ട് വന്നിട്ട് കുറച്ചായി. ഇങ്ങോട്ട് ഇറങ്ങി വരാറില്ല. കാരണം ഇത് കണ്ടോ, ഇതുപോലെയായിരുന്നു ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ച സ്ഥലം. പക്ഷെ അവിടെ ഇപ്പോൾ വീട് വരുന്നതുകൊണ്ട് മണ്ണിട്ട് ഇതുപോലെ ഒരു താഴ്ചയായിരുന്നു അവിടെയും. പക്ഷെ അവിടെ ഇതുപോലെ മണ്ണിട്ട് അവർ നല്ലതുപോലെ അതിനെ ഹൈറ്റാക്കി. ഇനി അവിടെ കുറച്ച് കഴിയുമ്പോൾ വീട് വരും. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ ഒരു നൊസ്റ്റു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമായിരിക്കില്ലേ. ഞാനിതൊന്ന് തേങ്ങ നീ പറയുന്നത്. ഹായ് പറ. ഹായ്, ഹലോ ഗൈസ് പറ. ചാടാൻ പോകുന്ന അതവ ഇവിടെ നിന്ന് എടുത്ത് ചാടാൻ പോവാണ്. പിന്നെ കാണുന്നത് കയറാൻ പറ്റുമോ? ഇല്ല, കയറാനൊന്നും പറ്റില്ല. അവിടെ പാമ്പുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ പനയുടെ കാര്യം. ഇതാണ് കേട്ടോ പന. ഇതിന്നാണ് പന നൊങ്ക് കിട്ടുക. പിന്നെ ഇതിന്ന് മറ്റേ കള്ള് ചെത്താറുണ്ട് കേട്ടോ. ഇവിടെ പാലക്കാട് ഉള്ളവർക്ക് ഫ്രഷ് കള്ള് കിട്ടും. കണ്ടോ? ഓക്കെ, ഇനി നമുക്കിനി വീട്ടിലോട്ട് പോവാട്ടോ. ഇത് കണ്ടോ, ആ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ പിള്ളേരാണെങ്കിലും ഇതിന് ഞങ്ങൾ പൊന്നോമ മുക്ക് എന്നാണ് കേട്ടോ പറയാ. ഒന്നുമില്ലാത്ത
ഇങ്ങനെ ഇരിക്കും. ഞങ്ങളുടെ പൊന്നോ എന്നെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പൊന്നോ ഏകദേശം എത്ര വയസ്സാവും പറ? നീ പറ എത്രയാവും? 90 ആവും. 85 വയസ്സ്. ഇതാണ് ഞങ്ങളുടെ പൊന്നോമ്മ. പൊന്നോമാണെന്ന് ഒരു ഹായ് പറഞ്ഞോ? എന്ത് ആയി പറയുന്നത്? നേരത്തെ വന്നു. ആരും ഇങ്ങനത്തെ ഒരു ഫോട്ടോ പൊന്നമ്മന്റെ കൂടെ എടുത്തിട്ടില്ലല്ലോ. ഞാനല്ല ആദ്യമായിട്ട് എടുത്ത്. അത് മൂപ്പർ. അതെ, പൊന്നോമന്റെ ഒന്ന് വിത്തൊരു അനുഗ്രഹം കൊടുക്കും. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ ഒരു അമ്മമ്മയെ കണ്ടില്ലേ, പൊന്നോമ്മ എന്നാണ് വിളിക്കുക കേട്ടോ. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവരും ഇരിക്കുക. അതിനെ ഞങ്ങൾ പൊന്നോമ്മ മുക്ക് എന്നാണ് പറയുക കേട്ടോ. അവിടെയാണ് എല്ലാവരും ഒരു ഈവനിങ് സമയമാകുമ്പോൾ വരിക. പക്ഷേ ഞാൻ സത്യത്തിലുണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പൊന്നോമ്മിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നതും. ഗൈസ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പറയാം. സാധാരണ ഈ പൊന്നോമ്മ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവിടെ അങ്ങനെ ആരും ഒരുപാട് അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക്കായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ബാലവാടിയിലൊക്കെ പോയി വരുന്ന സമയത്ത് ഇങ്ങനെ ഉപ്മാവൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കും കൊടുക്കും. പിന്നെ അവരുടെ വീട്ടിൽ വലിയ മാങ്ങമാരുണ്ട്. അവിടെ നിന്ന് മാങ്ങ പറിക്കണ സമയത്ത് അവർ പറിക്കാനായിട്ട് സമ്മതിക്കില്ല. കാരണം അവർ ആ മാങ്ങ ആൾക്കാർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങളത് പറിക്കാൻ നേരത്ത് ഞങ്ങളെ ചീത്ത പറഞ്ഞിങ്ങനെ പിന്നാലെ വരും. പക്ഷെ ഞാൻ അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും ഒരേ രൂപത്തിലാട്ടോ. ആൾക്കൊരു അത്യാവശ്യം നല്ല ഏജ് ഉണ്ട്. 85-90 വയസ്സോളം ഉണ്ട്. പക്ഷെ ആരും ഇതുവരെ പൊന്നോമ്മൻ്റെ ഒരു പൊന്നോമ്മൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പൊന്നമ്മ കാണുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയും എടുത്തു, ഫോട്ടോയും എടുത്തു. ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. നല്ല മഴ വരുന്നുണ്ട്, ഇടി പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു. അവരെല്ലാവരും അവിടെ നിന്നു. ഭയങ്കര കാറ്റാണ്, നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ അവരവിടെ തന്നെ നിന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് നടക്കാം. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ലാഗാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ എടുത്ത് വന്നപ്പോൾ ഞാൻ ഒരുപാട് എന്തൊക്കെയോ എടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ചിലപ്പോൾ ലാഗാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ വീട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ വീട് മാത്രമേ കാണിക്കുന്നുള്ളൂ. വീടും ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ ക്യൂട്ട് ലിറ്റിൽ ഹൗസ്. അപ്പം ഞാൻ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നല്ല, ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ വോയിസ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ നമുക്ക് അടുത്ത തവണ നോക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.